أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. ഇത് അഖായിദ് ജലാലിയ. അഖായിദ് ജലാലിയാണ് നമ്മൾ ഓതാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വെച്ച സ്ഥലത്ത് നിന്ന് നോക്കുക. വഹാദിഹി മത്തിനാണ്. വഹാദിഹി അഖായിദു അൽ ഫിർഖത്തിൻ നാജിയത്തി വഹുമുൽ അശാഇറത്തു. വഹുമുൽ അശാഇറ. വഹാദിഹി ഈ റിസാലയിലുള്ള മഖ്സൂദായി പറയപ്പെടുന്ന മസായിലുകൾ, ഈ കിതാബിൽ പറയപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഈ കിതാബിൽ പറയപ്പെട്ട മഖ്സൂദായിരിക്കുന്ന വിഷയങ്ങളെല്ലാം അഖായിദു അൽ ഫിർഖത്തിൻ നാജിയ, ഫിർഖത്തുൻ നാജിയ, നാളെ ആഖിറത്തിൽ രക്ഷപ്പെടുന്നവരായ നജാത്തിൻ്റെ ആൾക്കാരായ ആ സംഘത്തിൻ്റെ വിശ്വാസങ്ങളാണ് ഈ കിതാബിൻ്റെ മഖ്സൂദിൽ ഉള്ള മുഴുവനും. വഹും, ആ ഫിർഖത്തുൻ നാജിയ ആരാണറിയുമോ? വഹുമുൽ അശാഇറത്തു, അത് അശാഇറാക്കളാകുന്നു. വഹുമുൽ അശാഇറത്തു, അവർ അശാഇറത്തുകളാകുന്നു. ഇവിടെ നമ്മൾ നോക്കുന്നത് ഈ വിഷയം. ഹാദിഹി എന്ന് പറഞ്ഞത് ഇഷാറത്തുൻ, അതിൻ്റെ മുഷാർ ഇലൈഹി ഏതാണെന്ന് ചോദിച്ചാൽ ഈ അഖായിദ് അലുദിയാനിൽ പറയപ്പെട്ടിരിക്കുന്ന മഖ്സൂദും ബിദ്ദാത്തുകളായ മസാലകൾ, അഹ്കാമുകൾ, ഇതിൻ്റെ മത്തിനിൽ പറയപ്പെട്ടിരിക്കുന്ന അഹ്കാമുകൾ, മസായിലുകൾ, ആ അഹ്കാമുകളാണല്ലോ മഖ്സൂദ്, അതാണല്ലോ മത്ലൂബ്, അതാണല്ലോ മുറാദ്. അപ്പം ഈ കിതാബിൻ്റെ മുറാദും ഈ കിതാബിൻ്റെ മത്ലൂബും ഈ കിതാബിൻ്റെ മഖ്സൂദുമായിരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും അഖായിദുൽ ഫിർഖത്തിൻ നാജിയ, അത് ഫിർഖത്തുൻ നാജിയാൻ്റെ വിശ്വാസപരമായ കാര്യം അതാണ്. അതുകൊണ്ട് അത് മുറുകെ പിടിച്ചോളീൻ, അത് മുറുകെ നിങ്ങൾ വിശ്വസിച്ചോളീൻ എന്നാണ്. ഹാദിഹി അഖായിദു അൽ ഫിർഖത്തിൻ നാജിയ. അഖായിദു അഖീദത്തിൻ്റെ ജമാണ് അഖായിദ്. അഖീദത്ത് എന്ന് പറഞ്ഞത് അഖദ് എന്നതിൽ നിന്നെടുക്കപ്പെട്ടതാണ്. അഖദുൽ കൽബി, മനസ്സുകൊണ്ട് കെട്ടിയിടുക, കൽബ് കൊണ്ട്, ഹൃദയം കൊണ്ട് കെട്ടിയിടുകയാണ്. സാധാരണ അക്കത് പറഞ്ഞാൽ അങ്ങനെയാണ്. നിക്കാഹ് പറഞ്ഞാൽ അക്കതും യത്തല്ലമ്മന് ഇബാഹത്തുൽ വത്തിഹി എന്നൊക്കെ പറയുമല്ലോ. കല്യാണം പറഞ്ഞാൽ കെട്ടുബന്ധം, കെട്ടുക, ഇവൻ അവളെ കെട്ടുക, അല്ലെങ്കിൽ അവളെ ഇവൻ കെട്ടുക, ഇങ്ങനെ കെട്ടിയിടുകയാണ്. അക്കത് എന്ന് പറഞ്ഞാൽ കെട്ടുക എന്നാണ്. അപ്പം നമ്മുടെ കൽബ് കൊണ്ട് കെട്ടുക, കൽബ് കൊണ്ട്, മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട് കെട്ടിയിടുക. എന്തിനെ കെട്ടിയിടുക? അള്ളാഹുവിൻ്റെ റസൂലും സഹാബത്തും വിശ്വസിച്ചിരിക്കുന്ന വിശ്വാസങ്ങളെ കെട്ടിയിടുക. അങ്ങനെ നല്ല തറച്ച് ഉറപ്പിച്ച് മനസ്സിൻ്റെ ഉള്ളിൽ കെട്ടിയിട്ട് കഴിഞ്ഞാൽ അത് ഒരിക്കലും പുറത്തു ചാടിപ്പോകില്ല. കെട്ട് ബലമുണ്ടായാൽ ശരിയായ നമ്മുടെ വിശ്വാസം, നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൻ്റെ വിശ്വാസം, അത് ശരിയായ നിലക്ക് കെട്ടിയിട്ടാൽ, കെട്ട് നല്ല സിദ്ധത്തായ കെട്ടാണെങ്കിൽ, കുവ്വത്തുള്ള കെട്ടാണെങ്കിൽ, ആ വിശ്വാസം ഏത് ജമാഅത്ത് ഇസ്ലാമിയും ഏത് വഹാബികളും യവൻ വന്നാലും ശരി, യവൻ ദലീൽ പറഞ്ഞാലും, ആയത്ത് ഓതിയാലും ഹദീസ് ഓതിയാലും ഏത് ചേകനൂർ ഓതിയാലും ശരി, നമ്മുടെ മനസ്സിൽ കെട്ടിയിട്ടിരിക്കുന്ന കെട്ടിൻ്റെ ഉറപ്പിൻ്റെ പേരിൽ ഈ പിഴച്ചതൊന്നും ഉള്ളിലേക്ക് പ്രവേശിക്കുകയില്ല. നമ്മൾ കെട്ടുന്ന മതിൽ, നമ്മൾ കെട്ടുന്ന കൊട്ടാരം, നമ്മൾ കെട്ടുന്ന ബിൽഡിങ്, നമ്മുടെ ആശയത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കെട്ട്, അതിനെ കെട്ടിയിടുന്ന കെട്ടുകയറ്, കെട്ടാകുന്ന മതിൽ, കെട്ടാകുന്ന ഗേറ്റ്, അത് വളരെ ശക്തിയും കുവ്വത്തും വേണം. ഇല്ലെങ്കിൽ അത് പുറത്തു ചാടും, വേറത് ഉള്ളിൽ കയറും, വേറെ ആശയങ്ങൾ, പിഴച്ച ആശയങ്ങൾ ഉള്ളിലേക്ക് കയറും. ആ കെട്ട് ശക്തിയില്ലാത്തത് കൊണ്ടാണ് പല അരമുസ്ലിംമാരും അരനാടന്മാരും പലരും വേറൊരു ഹദീസ് കേൾക്കുമ്പോൾ, എന്തെങ്കിലും വഹാബികൾ പറയുന്നത് കേൾക്കുമ്പോൾ, അതും ശരിയല്ല, ഇതും ശരി തേനെ,
അതും ശരിയാണല്ലോ ഇതും ശരി പോലെയാണല്ലോ തോന്നുന്നതെന്ന് പറയുന്നവൻ അവൻ്റെ കെട്ട് ശക്തിയില്ല, ദുആഫാണ്. കെട്ട് വളരെ ദഈഫ, അവനും ദഈഫ, അവൻ്റെ കെട്ടും വളരെ ദഈഫ. അപ്പം ഈ വാക്കാണ് നമ്മുടെ അയിമത്തുകൾ ഉപയോഗിക്കുന്നത്. അഖദ് എന്നതിൽ നിന്ന് എടുക്കപ്പെട്ട അഖീദ. അഖദുൽ ഖൽബ് എന്നത് നമ്മുടെ ബുഖാരി ഷരീഫിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ പല കിതാബുകളിലും പറഞ്ഞിട്ടുണ്ട്. തസ്ദീഖുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് ഉറപ്പിക്കൽ. ആ പറഞ്ഞ മഹാന്മാർ തന്നെ അഖദുൽ ഖൽബ് എന്ന് വിവരിച്ചിട്ടുണ്ട്. അസ്മുൽ ഖൽബ്, യഖീനുൽ ഖൽബ്, തസ്ദീഖുൽ ഖൽബ്, ഇദ്ആനുൽ ഖൽബ്, ഇദ്ആനുൽ ഖൽബ്. അപ്പം കൽബ് കൊണ്ട് നമ്മൾ ഉറപ്പിക്കുക, നമ്മുടെ മനസ്സുകൊണ്ട് വിഷയങ്ങളെ കെട്ടിയിടുക. ആ ലഫ്ളാണ് അഖായിദ്, അഖീദ. കെട്ടുക, ഉള്ളിൽ കെട്ടിയിടണം ആശയങ്ങളെ ശക്തിയായിട്ട്. വേറൊരാശയം ഉള്ളിലേക്ക് പ്രവേശിക്കുകയില്ല. അടുത്തത് രണ്ടാമത്തെ ഭാഷ അഖീദ എന്ന് പറയുന്നതിൻ്റെയും ഉള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലാഹു തആല നമ്മൾക്ക് രണ്ട് വിഷയങ്ങളെ കൊണ്ടാണ് റബ്ബ് നമ്മളോട് തക്ലീഫ് ചെയ്യുന്നത്. രണ്ട് വസ്തുക്കളെ കൊണ്ടാണ്, രണ്ട് വിഷയങ്ങളെ കൊണ്ടാണ് നമ്മൾ തക്ലീഫ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, എങ്ങനെ വിശ്വസിക്കണം അള്ളാഹുവിനെക്കുറിച്ച്. അള്ളാഹുവിനെക്കുറിച്ച് എങ്ങനെ മനസ്സിലാക്കിയിട്ട് ആ മനസ്സിലാക്കിയതിന് ശേഷം എങ്ങനെ വിശ്വസിക്കണമെന്ന് അല്ലാഹു തആല തന്നെ പറ്റിയും പ്രവാചകന്മാരെ പറ്റിയും പരിശുദ്ധ ഖുർആനിനെ പറ്റിയും പരലോകത്തിനെ പറ്റിയും ഈ ദുനിയാവിനെ പറ്റിയും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും റബ്ബ് സുബ്ഹാനഹു തആല അത് നമ്മൾക്ക് തക്ലീഫ് ചെയ്തു, കൽപ്പിച്ചു. എങ്ങനെ അത് മനസ്സിലാക്കിയിട്ട് എങ്ങനെ വിശ്വസിക്കണം, ആ വിശ്വാസം പഠിപ്പിച്ചു തന്നിട്ട് ആ വിശ്വാസത്തിന് അല്ലാഹു തആല നമ്മളോട് വിശ്വസിക്കാൻ വേണ്ടി പറഞ്ഞു. ഖുർആൻ മുഴുവനും ഹദീസ് മുഴുവൻ അങ്ങനെയാണ് വിശ്വാസം. വിശ്വാസത്തിൽ അമലില്ല, കാര്യങ്ങൾ മനസ്സിലാക്കുകയും ശേഷം വിശ്വസിക്കൽ മാത്രമാണ്. അവലൻ അൽ മാരിഫത്ത് വൽ ഇൽമു, അവലൻ ആ കാര്യങ്ങൾ അള്ളാഹുവിനെ പറ്റിയും മലക്കുകളെ പറ്റിയും ആകാശഭൂമികളെ പറ്റിയും പരലോകത്തെപ്പറ്റിയും ദുനിയാവിനെ പറ്റിയും ഖുർആനെ പറ്റിയും ഇങ്ങനെ അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ പറ്റി അള്ളാഹുവിനെ പറ്റിയെല്ലാം തിരിഞ്ഞതിന് ശേഷം അത് ഉറപ്പിക്കുക. അത് ഖണ്ഡിതമായി തന്നെ കർശനമായി നല്ല സിദ്ധത്തായിട്ട് തന്നെ അതിന് ഉറപ്പിക്കൽ. അപ്പോൾ ആദ്യം അറിയൽ, സുമ്മൽ ഇൽമു വൽ മാരിഫത്തു, അല്ല അൽ ഇൽമു വൽ മാരിഫത്തു, സുമ്മൽ യഖീൻ, സുമ്മ തസ്ദീഖ്, സുമ്മൽ ഈമാൻ, സുമ്മൽ അഖീദ. പിന്നെ ഉറപ്പിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അവിടെ നമുക്ക് ഒരു അമലും അവിടെ ബന്ധമില്ല. അവിടെ നമുക്ക് അമലുൽ കൽബ് മാത്രമാണ്. ഹൃദയം കൊണ്ട് ഉറപ്പിക്കൽ എന്ന പ്രവർത്തനം കൽബിന് മാത്രമേ ഉള്ളൂ. നമുക്ക് നമ്മുടെ അവയവങ്ങളെ കൊണ്ട് പ്രവർത്തിക്കൽ എന്ന പരിപാടിയെ അവിടെ ഇല്ല. അപ്പം നമ്മുടെ ആമാലും ബിൽ ആളാവ് കൊണ്ടുള്ള അമലുമായിട്ട് യാതൊരു ബന്ധവും വിശ്വാസത്തിനില്ല. വിശ്വാസത്തിൽ വെറും എന്തു മാത്രമേ ഉള്ളൂ? അമലുൽ കൽബ്, തസ്ദീഖ്, ഈമാൻ എന്നുള്ളത് മാത്രമാണ്. അമലുമായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പം ഇവിടെ മഖ്സൂദും ബിദ്ദാത്ത് എന്തേ ഉള്ളൂ? അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അഖീദയുള്ള ഏറ്റവും മഖ്സൂദും ബിദ്ദാത്ത്. അഖീദയായി പറയപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിലെല്ലാം ബിദ്ദാത്ത് മഖ്സൂദ് യഥാർത്ഥ ലക്ഷ്യം എന്തേ അത് മനസ്സിലാക്കിയിട്ട് അത് വിശ്വസിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് നമ്മളോടുള്ള തലബ്. അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് നമ്മളോടുള്ള തലബ്, നമ്മളോട് ആവശ്യപ്പെടുന്ന നിബിധങ്ങളും ആവശ്യപ്പെടുന്നത് അവിടെ പ്രവർത്തിക്കലല്ല, അതിനെ മനസ്സിലാക്കിയിട്ട് വിശ്വസിക്കൽ എന്നുള്ളതാണ്. അതുകൊണ്ട് അഖീദ എന്ന് പറയുന്ന സാധനത്തിൽ മഖ്സൂദ് വിശ്വസിക്കൽ എന്നുള്ളതാണ്. അമലേ അല്ല, അഫ്ആലുകളല്ല, അമാലുകളല്ല. അതാണ് ഒന്ന്. രണ്ടാമത്തത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് തക്ലീഫ് ചെയ്യുന്ന വിഷയമാണ് കർമ്മപരമായ കാര്യം, ഇബാദാത്തുകൾ, ആരാധനകൾ, പ്രവർത്തനങ്ങൾ, മുആമലാത്തുകൾ, മുനാക്കഹാത്തുകൾ, ഇബാദാത്തുകൾ. ഇങ്ങനെ ഇബാദാത്തുകൾ, മുനാക്കഹാത്തുകൾ, മുആമലാത്തുകൾ, ജിനായാത്തുകൾ, ഇങ്ങനെയൊക്കെ അള്ളാഹുവിൻ്റെ ശരീഅത്ത്, ഇതിലെല്ലാം ലക്ഷ്യം മനസ്സിലാക്കണം ആദ്യം. അതിലും ലക്ഷ്യം അൽ ഇൽമു വൽ മാരിഫത്തു അവലൻ.
എന്താണ് നിസ്കാരമെന്നും നിസ്കാരത്തിൻ്റെ ഷർത്തുകളെന്നും ഫർളെന്നും നോമ്പെന്താണെന്നും നോമ്പിൻ്റെ ഷർത്ത് ഫർളാണെന്താണെന്നും ഇതിനെയല്ല ഇതുപോലെ ഹജ്ജിൻ്റെയും ബൈഇൻ്റെയും നിക്കാഹിൻ്റെയും തലാഖിൻ്റെയും എല്ലാ വിഷയങ്ങളെയും ആദ്യം മനസ്സിലാക്കണം. അൽ ഇൽമു വൽ മാരിഫത്തു ബിഹഖായിഖിഹാ. ഇവകളൊക്കെ എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ട് സുമ്മ അഹ്കാമു, അതിൻ്റെ അഹ്കാമുകളിൽ ശരിക്കും തിരിയണം. പക്ഷെ തിരിയലല്ല വിഷയം, പിന്നെ ലിയു അമല, അത് അമൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ലക്ഷ്യം കർമ്മപരമായിരിക്കുന്ന ഇവകളിൽ ലക്ഷ്യം അറിയലല്ല, വിശ്വസിക്കൽ മാത്രമല്ല. ഇവിടെ ലക്ഷ്യം അൽ അമലു വൽ അഫ്ആലാണ് ലക്ഷ്യം. അവിടെ അള്ളാഹുവിൻ്റെ തലബന്താണ് നമ്മളോട് ചോദിക്കുന്നത്. സ്വലാത്തിലും സൗമിലും ഈ പറയപ്പെട്ട ഇബാദാത്തുകളിലും മുനാക്കഹാത്തുകളിലും ആമലാത്തുകളിലും അള്ളാഹുവിൻ്റെ തലബ്, അള്ളാഹിൻ്റെ റസൂലിൻ്റെ തലബന്താ പറഞ്ഞാൽ ഇവകളെ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്താൽ പോരാ. നിസ്കാരം വാജിബാണെന്ന് വിശ്വസിച്ചാൽ അത് ഉസൂലിൽപ്പെട്ടു, അക്കീദിയിൽപ്പെട്ടു. സൗമ് വാജിബാണെന്ന് വിശ്വസിക്കൽ അക്കീദിയിൽപ്പെട്ടു. ഇവകളെല്ലാം വാജിബാണെന്ന് മനസ്സിലാക്കൽ മാത്രമല്ല, അത് വിശ്വസിക്കൽ അക്കീദിയിൽപ്പെട്ടു. പക്ഷേ അത് വിശ്വസിച്ചുകൊണ്ട് മാത്രം ഇരുന്നാൽ പോരാ. ഇങ്ങനത്തെ ഇബാദാത്തുകളെല്ലാം ഫർദിനെ ഫർദ് എന്ന് വിശ്വസിക്കൽ, വാജിബിനെ വാജിബ് എന്ന് വിശ്വസിക്കൽ, റുക്നിനെ റുക്നി എന്ന് വിശ്വസിക്കൽ, ഇത് നിർബന്ധമാണെങ്കിലും അവിടെ മക്സൂദ്, ഇങ്ങനത്തെ വിഷയത്തിലുള്ള മക്സൂദ് അൽ അമലു വൽ അഫ്ആലു. അതാണ് അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നുള്ള ബിദ്അത്ത് മത്ലൂബ്. അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നുള്ള ബിദ്അത്ത് മത്ലൂബ്. അതുകൊണ്ട് നമുക്കും ബിദ്അത്ത് ഇവിടുത്തെ മക്സൂദ് ലക്ഷ്യം അമൽ ചെയ്യുക, ആരാധിക്കുക, പ്രവർത്തിക്കലാണ്. വെറും വിശ്വസിച്ചിട്ട് അറിഞ്ഞു വെക്കൽ മാത്രം അല്ല, അതല്ല മാത്രം. പിന്നെ അമൽ ചെയ്ത് അത് ഖാരിജിൽ ആ പ്രവർത്തനം ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം. ആദ്യത്തതിൻ്റെ പേരാണ് ഉസൂലു ശരീഅത്ത്, അസാസു ശരീഅത്ത്. ഉസൂലു ശരീഅത്ത് എന്നും പറയും, അസാസു ശരീഅത്ത് എന്നും പറയും, അഖായിദ് എന്ന് പറയും, തൗഹീദ് എന്ന് പറയും. അഖായിദ് എന്നും തൗഹീദ് എന്നും ഇൽമു സിഫാത്തി വദ്ദാത്ത്, ഇൽമു ദാത്തി വ സിഫാത്തി എന്നും ഇൽമു തൗഹീദ് എന്നും ഉസൂലു ശരീഅത്ത് എന്നും അസാസു ശരീഅത്ത് എന്നൊക്കെ പറയുന്നത് ആദ്യം പറഞ്ഞ കിസ്മിനാണ്. ഇപ്പം പറഞ്ഞ രണ്ടാമത്തെ കിസ്മിനിക്ക് ഫുറൂഉ ശരീഅത്ത് എന്ന് പറയും, ശരീഅത്തിൻ്റെ ഫുറൂഉ എന്ന് പറയും. ഫുറൂഉ ശരീഅത്ത് ആമാലുകൾ, ഫിഖ്ഹുകൾ എന്നൊക്കെ പറയും ഇതിന്. ഇൽമുൽ ഫിഖ്ഹ് ഇത് ഫുറൂഉ ശരീഅത്താണ്. അറിയൽ മാത്രമല്ല, ശരിക്കും അറിയുകയും എന്നിട്ട് ലക്ഷ്യം അമൽ ചെയ്യുക, ഹറാമിനെ ഒഴിയുക. ഏതെല്ലാം കള്ള് ഹറാമാണോ അത് ഒഴിയുക, ഏതെല്ലാം മൻഹിയാത്തും മുൻകറുത്തുണ്ടോ അതിനെ വർജിക്കൽ എന്ന പ്രവർത്തനം ചെയ്യുക. വാജിബാത്തുകളെല്ലാം അത് പ്രവർത്തിക്കൽ, വാജിബായ കാര്യത്തിന് ചെയ്യുക. അപ്പോൾ ഇവകളിലെല്ലാം ഉദ്ദേശം എന്തുതന്നെയാണ്? അഫ്ആലുകളാണ്. അതുകൊണ്ടാണ് ജമുൽ ജവാമിൽ നെഹി എന്ന് പറഞ്ഞാൽ അതും ഒരു തർക്കാണ്, അതൊരു തർക്കന്നെയാണ് നെഹി, അതും പെട്ട്. അപ്പോൾ ഖഫ് എന്ന് പറഞ്ഞാൽ അതൊരു തർക്കാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള വ്യത്യാസം ഇതാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്. അഖായിദിൽ ജലാലുദ്ദീൻ ദബ്ബാനി ഇമാം പറയുന്നു. നോക്കി, ഈ വ്യത്യാസം മൂപ്പര് വിവരിക്കുന്നുണ്ട്. ഹാദിഹി അഖായിദിൽ ഫിർഖത്തിൻ നാജിയ എന്ന് പറഞ്ഞ അൽ മുറാദ് ബിൽ അഖായിദി, അഖായിദ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശമാകുന്നത് വിശ്വാസപരമായിരിക്കുന്ന നിയമങ്ങളാണ്. വിശ്വാസപരമായിരിക്കുന്ന നിയമങ്ങളാണ്. എങ്ങനത്തെ വിശ്വാസപരമായ നിയമമാണ്? യതഅല്ലഖുൽ ഖർദു, അവിടെ ലക്ഷ്യം ബിനഫ്സി ഇഅ്തിഖാദിഹി, അവളെ വിശ്വസിക്കൽ മാത്രമാണ് ലക്ഷ്യം. മനസ്സിലാക്കിയിട്ട് വിശ്വസിക്കൽ എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. അല്ല അഖായിദ് കൊണ്ട് മുറാദ് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടതാണ്. ഈ വിശ്വാസമില്ലെങ്കിൽ പിന്നെ അമൽ ചെയ്തിട്ട് ഒരു കാര്യമില്ല. വിശ്വാസമില്ലാതെ കണ്ട് എത്ര അമൽ ചെയ്തിട്ടും അത് കാര്യമില്ല, ഒരു ഫായിദയുമില്ല. വിശ്വാസത്തിനെ പറ്റി അള്ളാഹ് ആഖിറത്തിൽ ചോദിച്ചേ തീരുള്ളൂ. വിശ്വാസത്തിൽ അഫുവില്ല. ഈമാന് വിട്ടിട്ട് കുഫർ ചെയ്താൽ, ശിർക്ക് ചെയ്താൽ അവിടെ അഫുവില്ല. ആ വിശ്വാസപരമായ കാര്യത്തിന് നാളെ അതിൻ്റെ മഹത്വവും മര്യാദയും, അതില്ലെങ്കിൽ നമ്മുടെ ആഖിറം നഷ്ടപ്പെടലുമാണ്. വിശ്വാസമാണ് ഏറ്റവും അസുലും ഏറ്റവും അടിസ്ഥാനമായത്.
അതിനെപ്പറ്റിയാണ് അല്ലാഹു തആല ആദ്യം ചോദിക്കുന്നതും. അതുകൊണ്ട് വിശ്വാസമില്ലെങ്കിൽ പരാജയം തന്നെയാണ്. പിന്നെ എത്ര അമലുകൾ ചെയ്തിട്ടും കാര്യമില്ല, അത് വേസ്റ്റാണ്. അതാണ് പറഞ്ഞ മാ യതഅല്ലഖൽ ഖർദു ബി നഫ്സി ഇഅ്തിഖാദിഹി. കുറേ വിശ്വാസപരമായ കാര്യങ്ങളാണ്. അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക, അള്ളാഹുവിനെ മലായികത്തുകളെ കൊണ്ട്, അമ്പിയാക്കളെ കൊണ്ട്, മുർസലീങ്ങളെ കൊണ്ട്, പരലോകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കൊണ്ട്, ദുനിയാവിനെ കൊണ്ട്, മരണത്തിനെ കൊണ്ട് ഏതെല്ലാം രൂപത്തിൽ പഠിപ്പിച്ചെന്നോ പരിശുദ്ധമായിരിക്കുന്ന ദീന്, അത് അതിൻ്റെ രൂപത്തിൽ തന്നെ മനസ്സിലാക്കിയിട്ട് അതിനെ വിശ്വസിക്കൽ എന്നുള്ളതാണ് അവിടെ ലക്ഷ്യം. അപ്പോൾ യതഅല്ലഖൽ ഖർദു, ലക്ഷ്യം ബന്ധപ്പെടും അവിടെ ബിനഫ്സി ഇഅ്തിഖാദിഹി, അവകളെ വിശ്വസിക്കൽ എന്നതുകൊണ്ട് മാത്രമാണ് ലക്ഷ്യം, അമലല്ല. അത് അമലില്ല എന്ന് പറയാണ്. മിൻ ഗൈരി തഅല്ലുഖും ബി കൈഫിയത്തിൽ അമലി, അമലിൻ്റെ വാജിബ്, സുന്നത്ത്, കറാഹത്ത്, ഹറാമ് എന്നുള്ള അതുകൊണ്ട് ഒരു ബന്ധവും അവിടെ ഇല്ല. അത് ചെയ്യൽ നിർബന്ധമാണ് എന്ന് വിശ്വസിക്കണമെന്നല്ലാതെ ആ അമലിൻ്റെ കൈഫിയാത്തുകളുണ്ട്, അതായത് ആരാധനകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും സൽക്കർമ്മങ്ങൾ എന്ന ആ കർമ്മങ്ങൾ കൊണ്ട് ബന്ധപ്പെടലില്ല. മിൻ ഗൈരി തഅല്ലുഖും ബിൽ അമലി എന്നും പറയാ, ബി കൈഫിയത്തുൽ അമലി, കൈഫിയത്തുൽ അമലി കൊണ്ട് ഒരു ബന്ധവുമില്ല. കൈഫിയത്തുൽ അമൽ, അമലിൻ്റെ കൈഫിയത്ത് പല ഹാലത്തിലാണ്. ചിലപ്പോൾ സൗമായിരിക്കും, ചിലപ്പോൾ ഹജ്ജായിരിക്കും, ചിലപ്പോൾ നോമ്പായിരിക്കും, ചിലപ്പോൾ നിക്കാഹായിരിക്കും. അതല്ലാത്ത മറ്റുള്ളതും ഈവളൊണ്ടൊന്നും ബന്ധപ്പെടുന്നതല്ല എന്നർത്ഥം. പിന്നെ ആ പ്രവർത്തനം ചെയ്യൽ ഉജൂബ്, ആ പ്രവർത്തനം ചെയ്യൽ വാജിബ്, ആ പ്രവർത്തനം ചെയ്യൽ സുന്നത്ത് എന്ന് പറയുന്ന നിലക്കുള്ള ബന്ധവുമല്ല. ഈ മാനം പറയാം. ഈ കൈഫിയത്തുൽ അമലിക്ക് അതിൻ്റെ ആ പ്രവർത്തനം ചെയ്യൽ, നിസ്കാരം ചെയ്യൽ ഉജൂബ്, ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷ എന്നുള്ള നിലക്കുള്ള ബന്ധപ്പെടലല്ല അക്കായിദ്. അക്കായിദിൽ അതിനെ തിരിഞ്ഞിട്ട് അവളെ വിശ്വസിക്കൽ എന്നുള്ളത് മാത്രമാണ്. ആ അക്കായിദിൻ്റെ മിസാല് മാ യതഅല്ലഖൽ ഖർദു ബി നഫ്സി ഇഅ്തിഖാദിഹി മിൻ ഗൈരി തഅല്ലുഖിൻ ബി കൈഫിയത്തുൽ അമലി. അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ ആദ്യം പറഞ്ഞത് വെച്ചുകൊണ്ട് നോക്കുക. അക്കായിദിൻ്റെ ഉദാഹരണം ഇതുപോലെയൊക്കെ കൗനിഹി താല, വിശ്വസിക്കൽ പോലെ. ഏത്തിക്കാതി കൗനിഹി താല, നമ്മൾ വിശ്വസിക്കണം. കൗനിഹി താല, അല്ലാഹു താല ആയിട്ടുണ്ട് ഹയ്യൻ, അവൻ എപ്പോഴും ഹയാത്തുള്ളവനാണ്. ഖാദിറൻ, അല്ലാഹു എപ്പോഴും കുദറത്തുള്ളവനാണ്. ഇങ്ങനെ ഇലാ ഗൈരി ദാലിക മിൻ മബാഇസി ദാത്തി അവി സിഫാത്തി, അള്ളാഹുവിൻ്റെ ദാത്തിനിക്ക് എന്തെല്ലാം സിഫാത്തുകളുണ്ട്, ജലാലിയായ, ജമാലിയായ, കമാലിയായ, അങ്ങനെ വഹദത്ത്, ഉജൂദ്, അള്ളാഹുവിൻ്റെ ഫേലിയായ, സൽബിയായ, സുബൂത്തിയായ, ഇങ്ങനത്തെ സിഫത്തുകൾ, ഇവകളെ പറ്റിയെല്ലാം മനസ്സിലാക്കിയിട്ട് വിശ്വസിക്കലാണ്. അതാ പറഞ്ഞ ഗൈരി ദാലിക മിൻ മബാഹിസി സിഫത്തി ദാത്തി, ദാത്തിൻ്റെ ചർച്ചകളും, അള്ളാഹുവിൻ്റെ ദാത്തിൻ്റെ ചർച്ചകൾ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് ഹദീസിന് ഇത് എതിരാകൂല എന്ന് ചോദിക്കരുത്. ലാ തഫക്കുറു ഫി ദാത്തില്ലാഹി, പിന്നെ വലാക്കിൻ തഫക്കുറു ഫി ആലാ ഇല്ലാഹി എന്നല്ല പറയുന്നത്. ദാത്തിൽ തഫക്കുർ ചെയ്യാൻ പാടില്ലല്ലോ എന്നല്ല എന്ന്. ഇവിടെ മബാഹിസ് ദാത്ത് പറഞ്ഞാൽ അതിൻ്റെ മുറാദ് അൽ മുറാദ് ബിഹ ഇസ്ബാത്തു സിഫാത്തി ലി ദാത്തില്ലാഹി തആല, അള്ളാഹിൻ്റെ ദാത്തുകൾക്ക് ഉചിതമായ ഇസ്തിഹഖാക്കായ സിഫത്തുകളെ എടുത്ത് ആ ദാത്തിനിക്ക് സ്ഥിരപ്പെടുത്തുന്ന ചർച്ച എന്നർത്ഥം. ആ ദാത്തിനിക്ക് സ്ഥിരപ്പെടുത്തുന്നതായത് വഹദത്ത്, അള്ളാഹിൻ്റെ ദാത്തിന് സ്ഥിരപ്പെടുത്തണം. വുജൂദ്, അള്ളാഹുവിൻ്റെ ദാത്തിന് സ്ഥിരപ്പെടുത്തണം. വാജിബായ സിഫാത്തുകൾ, അള്ളാഹുവിൻ്റെ ദാത്തിനിക്ക് സ്ഥിരപ്പെടുത്തുന്ന ചർച്ചകൾ, അങ്ങനെ സ്ഥിരപ്പെടുത്തിയിട്ട് അത് തെളിവ് സഹിതം നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് വിശ്വസിക്കുക എന്നർത്ഥം. അല്ലെങ്കിൽ അവി സിഫാത്തി എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ആ സിഫാത്തുകൾ മുഴുവനും അള്ളാഹുവിൻ്റെ ദാത്തിനിക്ക് സ്ഥിരപ്പെടുത്തുക. അവി സിഫാത്തി അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സിഫത്തുകളിൽ നിന്ന് ഏതെല്ലാം സെൽബിയായത്, ഏതെല്ലാം ഫേലി, ഏതെല്ലാം ജമാലിയായത്, ഏതെല്ലാം കമാലിയായത്, ജലാലിയായത് എന്നൊക്കെ പറ്റിയൊക്കെ മനസ്സിട്ട് ഏതെല്ലാം സിഫത്തുകൾ അള്ളാഹുവിൻ്റെ ഐനുദ്ദാത്ത്, ഏതെല്ലാം സിഫത്തുകൾ ഗൈറുദ്ദാത്ത്, ഏതെല്ലാം സിഫത്തുകൾ ഗൈറുമല്ല അതിനുമല്ലാത്ത സിഫാത്തുകൾ വേറെ ഏതെല്ലാം എന്നെല്ലാമുള്ള ചർച്ചകളെല്ലാം മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ശരിയായ വശത്തിന് വിശ്വസിക്കൽ, അതാണ് മിൻ മബാഹിസ് ദാത്തി അവി സിഫാത്തി എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഇങ്ങനത്തതായിരിക്കുന്നവകളെ കൊണ്ട് വിശ്വസിക്കൽ പോലുള്ളതാണ് കിട്ടോ മാ യതഅല്ലഖുൽ ഖർദു ബി നഫ്സി ഇഅ്തിഖാദിഹി എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം.
വതുസമ്മാ തിൽക്കൽ അഹ്കാം, ഈ മാ യതഅല്ലഖുൽ വറദു ബിനഫ്സിയതിക ആദിയായിരിക്കുന്ന ഈ നിയമങ്ങൾ, ഈ നിയമങ്ങൾക്ക് പേര് പറയപ്പെടും ഇസ്ലാമിൽ, ശരീഅത്തിൽ നമ്മുടെ അയിമത്തുകൾ വെച്ച പേരെന്താ? വതുസമ്മാ തിൽക്കൽ അഹ്കാം, ഈ അഹ്കാമുകൾക്ക് പേര് പറയപ്പെടും ഉസൂലൻ വഅഖായിദ വഇഅ്തിഖാദിയതൻ എന്നൊക്കെ പറയും. മാത്രമല്ല അസാസൻ ഇൽമു തൗഹീദ്, ഇൽമുൽ സിഫത്തി, ഇൽമുൽ ദാത്തി വ സിഫാത്ത് എന്നൊക്കെ പറയുന്നത് ഷറഹുൽ അഖായിദിൻ്റെ ഷറഹിലുണ്ട്. ഇരിക്കട്ടെ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയപ്പെടും. തുസമ്മാ തിൽക്കൽ അഹ്കാമു ഉസൂലൻ വ അഖായിദ വ ഇഅ്തിഖാദിയ. ഈ കിസ്മിന് നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്നത് നമ്മുടെ കർമ്മപരമായിരിക്കുന്ന നിയമങ്ങൾ. അതാ പറഞ്ഞത് യുകാബിലുഹ, എങ്ങനത്തെ ഉസൂലുകളാണ്, എങ്ങനത്തെ അഖായിദുകളാണ്, എങ്ങനത്തെ ഏത്തിഖാദാണ് അറിയുമോ? യുകാബിലുഹ, അതിൻ്റെ നേര് ഓപ്പോസിറ്റായിട്ട് വരും അൽ അഹ്കാമുൽ മുതഅല്ലിഖത്തു ബി കൈഫിയത്തുൽ അമലി. ആ അമലാകുന്നത് വാജിബായ അമലുണ്ട്, സുന്നത്തായ അമലുണ്ട്, കറാഹത്തായ അമലുണ്ട്. ഈ അമലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന നിയമങ്ങളായ ഫുറൂഅ്, ആ ഫുറൂആയ അഹ്കാമുകൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരും. ഈ അൽ-അഹ്കാമുൽ മുതഅല്ലിഖത്തു ബി കൈഫിയത്തുൽ അമലിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ ഉജൂബു സ്വലാത്തി, നിസ്കരിക്കൽ വാജിബാണ്. അത് വാജിബാണെന്ന് വാജിബാണെന്ന് പോരാ, അത് ചെയ്യണം. ചെയ്യൽ എന്നുള്ള പേരാണ് അവിടെ ഉദ്ദേശം. വസക്കാത്തി, സക്കാത്ത് വാജിബാണ്. വൽ ഹജ്ജി, ഹജ്ജ് വാജിബാണ്. സോമു വാജിബാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അത് പ്രയോഗിക്കണം, പ്രവർത്തിക്കണം, ചെയ്യണം. ഇങ്ങനത്തെ അഹ്കാമുകൾ അതിൻ്റെ ഓപ്പോസിറ്റാണ്. വതുസമ്മ, ഈ അഹ്കാമുകൾക്ക് പേര് പറയപ്പെടും ശറാഇഅ വ ഫുറൂഅൻ വ അഹ്കാമൻ ദാഹിറത്തൻ. അഹ്കാമ ദാഹിറത്തൻ എന്ന ദാഹിരിയായ നിയമം ഇതാണ്, ബാഹ്യമായ നിയമം. മറ്റത് ബാത്തിനിയായിരിക്കുന്ന നിയമമാണ്, വിശ്വാസം. അത് പുറത്ത് കാണൂല, ഇത് പുറത്ത് കാണും. അഹ്കാമ ദാഹിറത്തൻ ഫുറൂഅൻ വ ശറാഇഅ എന്നൊക്കെ ഇതിന് പേര് പറയും. വതുസമ്മ, അതിന് പേര് പറയപ്പെടുന്നതാണ് ഇതിനിക്ക് ശറാഇഅ വ ഫുറൂഅൻ വ അഹ്കാമൻ ദാഹിറത്തൻ എന്ന് പറയും. അടുത്ത് ഹാദിഹി അഖായിദുൽ ഫിർഖത്തിൻ നാജിയ, ഇത് ഫിർഖത്തിൻ നാജിയാൻ്റെ അഖായിദാണ് കേട്ടോ. നാളെ ആഖിറത്തിൽ രക്ഷപ്പെടുന്നവരായ കൂട്ടർ, നാളെ ആഖിറത്തിൽ വിശ്വാസത്തിൻ്റെ പേരിൽ രക്ഷപ്പെടുക. ശിക്ഷിക്കപ്പെടാത്ത ഫിർഖത്തിൻ നാജിയാൻ്റെ അഖീദകൾ ഇതാണ്. അതാണ് ഈ കിതാബിൽ പറയപ്പെടുന്നത്. ആരാണ് ഫിർഖത്തിൻ നാജിയ? വഹുമുൽ അശാഇറത്തു, ആ അശായിറാക്കൾ എന്ന് പറയുന്ന ആ കൂട്ടരാണ് കേട്ടോ അശായിറുകൾ. വഹുമുൽ അശാഇറത്തു. അപ്പോഴൊരു ചോദ്യം വരും, ഇതിൻ്റെ മേലെ. അപ്പം മാതുരീദിയാക്കൾ എന്താ, അവർ നജാത്തില്ലേ? അഹ്ലുൻ നജാത്തായിട്ടില്ലേ? അഹ്ലുൻ നജാത്തായിട്ട് ഇല്ല എന്നൊരു ചോദ്യം വരാം. വഹുമുൽ അശാഇറത്ത് എന്ന് പറയുമ്പോൾ ഹും എന്നുള്ളത് മാരിഫ, അൽ അശാഇറത്ത് എന്നുള്ള മാരിഫ, രണ്ടും അലിഫ്ലാം കൊണ്ട് മാരിഫയാക്കിയപ്പോൾ താരീഫുൽ ജുസ്ഐനി യുഫീദുൽ ഹസ്റ, രണ്ട് ജുസ്അനി മാരിഫയാക്കിയപ്പോൾ എന്ത് കിട്ടി? ഹസ്റിനെ ഫലം തരും. അപ്പോൾ ഫിർഖത്തുൻ നാജിയ അശാഇറത്തുള്ളൂ, വേറെ അശാഇറത്തല്ലാത്ത മറ്റുള്ളവരൊന്നും ഫിർഖത്തുൻ നാജിയല്ല എന്ന് പറയുമ്പോൾ മാതുരിദിയത്തായിരിക്കുന്ന ആൾക്കാർ, അബൂ മൻസൂറുൽ മാതുരിദി റളിയല്ലാഹു അൻഹു തങ്ങൾ വിവരിച്ചിരിക്കുന്ന, പറഞ്ഞു തന്നിരിക്കുന്ന അഖീദകളെല്ലാം പഠിച്ചവരെ പിൻപറ്റിയിരിക്കുന്ന ആ ആൾക്കാർ പുറത്തു പോവില്ലേ എന്നൊരു ചോദ്യം വരാം. അതിന് രണ്ട് മറുപടിയാണ്. ഒരു മറുപടി എന്താണറിയുമോ? ഒരു മടി ഇവിടെ ലഫദ് വഹുമുൽ അശാഇറത്ത് എന്ന് പറഞ്ഞ ലഫദിനിക്കർത്ഥം ജബ്ബാനി ഇമാം വിവരിക്കുന്നു അത്താബിഊന, അല്ലെങ്കിൽ അൽ മുവാഫിഖൂന ഫിൽ ഉസൂലി, വിശ്വാസപരമായിരിക്കുന്ന കാര്യത്തിൽ പിൻപറ്റിയിട്ടുണ്ട്. ആരെ? ലിശൈഖ് അബുൽ ഹസൻ അൽ അശ്അരി, അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹു തങ്ങളെ വിശ്വാസപരമായ കാര്യത്തിൽ പിൻപറ്റിയവർ, മുവാഫിഖായവർ എന്നാണ് ലഫദർത്ഥം. അപ്പോൾ മാതുരിദിയാക്കൾ ഇതിൽ ഉള്ളിൽപ്പെട്ടു. കാരണം അബുൽ ഹസൻ അശ്അരി ഇമാം കൊണ്ടുവന്നിരിക്കുന്നതായ ഉസൂലുകളിൽ വിശ്വാസപരമായ കാര്യത്തിൽ അവരും പിൻപറ്റി, നമ്മളും അവരും ഒന്നാണ്, താബിയാണ് എന്ന് പറഞ്ഞാൽ അൽ മുവാഫിഖൂന എന്നർത്ഥം. താബിയൂനക്കർത്ഥം അയിൽ മുവാഫിഖൂന, വിശ്വാസപരമായ കാര്യത്തിൽ നമ്മളോട് യോജിച്ചവർ, അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹുവിനോട് യോജിച്ചവർ എന്ന് പറയുമ്പോൾ
അബൂ മൻസൂരിൽ മാതുരീദിയുടെ അസ്ഹാബുകളും ആ സംഘം മുഴുവനും ഇതിൽപ്പെട്ടു. ഒരു മറുപടി. ഇന്നൊരു മറുപടി ഇവിടെ ഹസ്ർ ഹഖീഖിയല്ല, ഹസ്ർ ഇലാഫിയാണ്. ഹസ്ർ ഇലാഫിയാണ്. ഹസ്ർ ഇലാഫിയാകുമ്പോൾ ഇവരല്ലാത്ത വേറെ ഒരു കൂട്ടരും ഫിർഖത്തുൻ നാജിയ അല്ല എന്ന് മാനവെക്കാൻ പാടില്ല. ഇനി പ്രത്യേകമായ ഒരു സംഘത്തിലേക്ക് നോക്കിയിട്ടാണ് ഹസ്ർ ചെയ്തത് എന്ന് വെക്കണം. അതാണ് ഹസ്ർ ഇലാഫി. ഒരു പ്രത്യേകമായ സംഘത്തിലേക്ക്, ഗ്രൂപ്പിലേക്ക് നോക്കിയിട്ടാണ് ഹസ്ർ ചെയ്തത്. ഫിർഖത്തുൻ നാജിയ അശായിറത്ത് മാത്രമാണ്. പിന്നെ ആരല്ല? മുഅ്തസിലത്തോ ആ 72 ഫിർഖകളല്ല. അപ്പം 72 ഫിർഖകളായ മുഅ്തസിലത്ത്, ഖവാരിജത്ത്, ഷിയത്ത് ഇവരിലേക്ക് മാത്രം, ഇങ്ങനത്തെ പിഴച്ച കൂട്ടരിലേക്ക് മാത്രം നോക്കിയപ്പോൾ അവർ ഫിർഖത്തുൻ നാജിയ അല്ല, ഇവർ മാത്രമുള്ളൂ എന്ന് അവരിലേക്ക് നോക്കിയിട്ടാണ് ഹസ്ർ. എന്ന് ഹസ്ർ ഇലാഫിയാകുമ്പോൾ എന്തെന്നെയാണ്? അപ്പോൾ എന്താ നാരിയായ കൂട്ടർ, അഹ്ലുന്നാറായിരിക്കുന്ന കൂട്ടരിലേക്ക് ചേർത്തിട്ടാണ് ഈ ഹസ്ർ എന്ന് വന്നപ്പോൾ മാതുരിദിയത്ത് പെടില്ല, പുറത്തു പോകില്ല എന്നും കിട്ടും. അപ്പം ഹസ്ർ ഇലാഫിൻ്റെ മേലെ ഹംല ചെയ്യാം. അല്ലെങ്കിൽ അശായിറത്തിനിക്ക് അൽ മുവാഫിഖൂന ഫിൽ ഉസൂലി ലിശൈഖ് അബുൽ ഹസൻ അശ്അരി എന്ന് പറയുമ്പോൾ നമ്മളോട് മുവാഫക്കത്തുള്ളവരാണ് മാതുരിദികളും. അപ്പോൾ അവരെന്താ? മുവാഫിഖൂന എന്ന് പറഞ്ഞ താബിയൂനിൽ അവർ ദാഖിലായി. ഇനി അടുത്ത് വഹുവ മൻസൂബുൻ ഇലാ അശ്അറ അബി കബീലത്തും മിനൽ യമനി. യമൻ നാട്ടിലുള്ള ഒരു കബീലയുടെ നേതാവിൻ്റെ പേരാണ് അശ്അർ. ജദ്ദുഹുൽ ആല. അശ്അർ എന്ന് പറഞ്ഞത് ആദ്യം അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു തങ്ങളുടെ വല്ലിപ്പയാണ്, ജദ്ദുഹുൽ ആലയാണ്. അദ്ദേഹം യമനിലുള്ള വലിയ മഹത്വമായ കബീലയുടെ നേതാവായിരുന്നു. ആ നേതാവായ തൻ്റെ ജദ്ദുഹുൽ ആലയിലേക്ക് നിസ്ബ ചെയ്തിട്ടാണ് അൽ അശ്അരിയു എന്ന് അബുൽ ഹസൻ അശ്അരി ഇമാമിനെ പറയല്. അപ്പം അൽ അശ്അരിയു എന്ന് പറഞ്ഞാൽ എന്തെന്നെയാണ്? അത് അശ്അർ എന്ന അവരുടെ വല്ലിപ്പിയിലേക്ക് ചേർത്തിട്ടാണ്. അല്ലെങ്കിലോ വേറെ ചിലർ പറയുന്നത് അബൂ മുസൽ, അവരുടെ കരീബായ ജദ്ദ് അബൂ മുസൽ അശ്അരി ഇമാമിൻ, അബൂ മുസൽ അശ്അരി എന്ന സഹാബിൻ്റെയും പോട്ടു പോകുന്ന ജദ്ദാണ് അശ്അർ. അതിലേക്ക് ചേർക്കാതെ അബീ മുസൽ അശ്അരി എന്ന സഹാബിയായിരിക്കുന്ന അബൂ മുസൽ അശ്അരി തങ്ങളിലേക്ക് ചേർത്തിയിട്ട് അബുൽ ഹസൻ അശ്അരി എന്ന് അങ്ങോട്ട് നിസ്ബയാക്കാനും പറ്റുമെന്ന് രണ്ടഭിപ്രായം പറയാണ്. അശ്അരി എന്ന് മൻസൂബൻ അത് നിസ്ബ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എങ്ങോട്ട്? ഇലാ അശ്അറ. അത് ജദ്ദുഹുൽ ആലയാണ്, അബുൽ ഹസൻ അശ്അരി തങ്ങളുടെ. ഏതാണ് അശ്അർ? അബി കബീലത്തിന് അബി എന്ന് മാറ്റണം. അബി കബീലത്ത് മിനൽ യമനി, യമനിലുള്ള ഒരു കബീലിൻ്റെ നേതാവായ അശ്അർ എന്ന മഹാനിലേക്ക് നിസ്ബയാകുന്നു. അല്ലെങ്കിൽ വക്കീല മൻസൂബ് എങ്ങോട്ട് നോക്കുക? ഇലാ ജദ്ദിഹി അൽ കരീബി എന്നർത്ഥം. അബുൽ ഹസൻ അശ്അരി ഇമാമിൻ്റെ വല്ലിപ്പ, കരീബായ വല്ലിപ്പ. ആ കരീബായ വല്ലിപ്പൻ്റെ പേരാണ് അബീ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു. അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു എന്ന ജദ്ദിലേക്ക് നിസ്ബ ചെയ്തിട്ട് പറഞ്ഞതാണെന്നും പറയാം. ഈ രണ്ട് നിസ്ബയും എവിടെ വെക്കാൻ പറ്റുമെന്ന് ദബ്ബാനി ഇമാം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കീരാന്നേ ഉള്ളൂ. ഇരിക്കട്ടെ. ഇനി ഇവിടെ എന്തുകൊണ്ടാണ് യമനിലുള്ള അബുൽ ഹസൻ അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹിൻ്റെ ഇതിലേക്ക് ചേർത്തിയിട്ട് അശായിറത്ത് എന്നൊരു സംഘത്തിൻ്റെ പേരാണ് അശായിറത്ത്. അശായിറത്ത് ഒരാളാകുമ്പോൾ അശ്അരിജി എന്ന് പറയും. റജുലുൻ അശ്അരിയുൻ ഒരുത്തനാകുമ്പോൾ, മുഫ്രദാകുമ്പോൾ പറയാം. ഇരിക്കട്ടെ. യമനികളെ പറ്റിയാണ് അല്ലാഹുവിൻ്റെ റസൂൽ ഒരുപാട് മദ്ഹ് ചെയ്ത ഹദീസുകൾ വിശ്വാസപരമായ വിഷയത്തിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് യമനികളെ പറ്റി. നമ്മൾ സഹീഹ് മുസ്ലിമിൻ്റെ മുഖദ്ദിമയിലുണ്ട്. അതുപോലെ അബുൽ ഹസൻ അശ്അരി ഇമാം എഴുതിയിരിക്കുന്ന കിതാബുണ്ടല്ലോ, ഒരു മഷൂറായ കിതാബ്, അഖീദൻ്റെ കിതാബും
താരീഖൊക്കെ ആയിട്ട് അവരെഴുതിയല്ല, അവരുടെ പേരിൽ എഴുതിയാണ്. പേര് എനിക്ക് ഓർമ്മയിൽ വരുന്നില്ല. ആ കിതാബിലെല്ലാം വളരെ ബസ്തായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ കിതാബിൻ്റെ പേര് പറയും. എന്താണ്, ഞാൻ വീട്ടിലായതുകൊണ്ട് ആ കിതാബുകളെല്ലാം മർക്കസിൽ റൂമിലാണുള്ളത്. അത് അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു തങ്ങളുടെ സിദ്ഖും അവരുടെ വിശ്വാസങ്ങളും അവരുടെ മേൽ കെട്ടിച്ചമച്ചിട്ടുള്ള ശത്രുക്കളും ഒരു ചരിത്രങ്ങളുള്ള ഒരു കിതാബാണ്. അതിൽ ആദ്യം അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു തങ്ങളുടെ മദ്ഹായിട്ടും ആ പരമ്പരയും അവരുടെ പറഞ്ഞിരുന്ന അക്കീദയും എടുത്ത് സ്വീകരിക്കുക എന്ന് പറഞ്ഞു വരുന്ന മേൽ അറിയിക്കുന്ന ധാരാളം ഹദീസുകളുണ്ട്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു തങ്ങൾ മദീനയിലേക്ക് പോയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ധാരാളം ഹദീസുകളുണ്ട്. അത് ഇന്നൊരു നേരത്ത് പ്രത്യേകമായിട്ടാണ് ഒരു ക്ലാസ് ഞാൻ എടുക്കും. ഇൻഷാ അല്ലാഹ് ഓർമ്മപ്പെടുത്തണം, മറന്നുപോയാൽ. ഇപ്പോഴല്ല, ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ. ഇനി ഒരു ഫൈൻ കുൽത്ത അവിടെ നിൽക്കട്ടെ.